ഈ വീക്കെൻഡിൻ്റെ സ്പെഷ്യലാണ് പൊതിച്ചോറ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് റെസിപ്പീസൊക്കെ കാണാൻ പോവുക. ഒഴിച്ചുകറിയായിട്ട് മോരുകറിയുണ്ട്, പിന്നെ ചെമ്മീനും തേങ്ങയും കൂടി ഇട്ട ഒരു റോസ്റ്റ്, ഓംലെറ്റ്, അതിനുശേഷം കൂർക്ക മെഴുക്ക് വരട്ടി, വെണ്ടക്ക തോരൻ, ചമ്മന്തി, പിന്നെ ലെമൺ പിക്കിൾ. വെൽക്കം ബാക്ക് ടു ഹോം മെയ്ഡ്. അപ്പോൾ നമുക്ക് റെസിപ്പീസൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വെണ്ടക്ക തോരന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക വന്നിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി അതൊന്ന് ഉണക്കിയെടുക്കാം. ചെറിയ പീസസ് ആയിട്ട് സ്ലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ വേർട്ടിക്കലായിട്ടും സ്ലൈസ് ചെയ്തെടുക്കാം ഈ ഒരു റെസിപ്പിക്ക്. അതിനുശേഷം ഇതിൽ കുറച്ച് ഉള്ളി, പച്ചമുളകും, പിന്നെ പൊടികളിലായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വേപ്പിലയും കൂടി ഇട്ട് ഇളക്കി ഒന്ന് വെക്കാം. അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 to 4 minutes ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് സോട്ട് ചെയ്യാം. അതാകുമ്പോൾ ആ സ്ലൈമി ടെക്സ്ചർ ഒന്ന് മാറിക്കിട്ടും. മീൻവൈൽ നമ്മൾ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൂർക്ക എടുത്തിട്ടുണ്ട്. എപ്പോഴും കൂർക്ക വാങ്ങിക്കുമ്പോൾ വലിയ വലിയ പീസസ് നോക്കി വാങ്ങിക്കുക, അതാകുമ്പോൾ ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ളതാണ്. വെണ്ടയ്ക്കയുടെ സ്ലൈമി ടെക്സ്ചറൊക്കെ മാറിയതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ റെഡി. കൂർക്കയുടെ ക്ലീനിങ് ആണ് പ്രശ്നം, പക്ഷേ ടേസ്റ്റ് എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ കൂർക്ക എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് നല്ല രീതിക്കൊന്ന് വാഷ് ചെയ്യാം, ബിക്കോസ് കുറച്ച് മണ്ണിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ഉണ്ടാവും. ആ ഫൈനൽ ടച്ചപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടി നല്ല രീതിക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചാൽ മതി. ഒരു 5 to 7 minutes നമ്മുടെ കൂർക്ക വെന്ത് റെഡിയായി വന്നോളും. അപ്പോൾ മീൻ വൈൽ ഞാൻ വന്നിട്ട് ഇവിടെ കുഞ്ഞുള്ളിയും ജിഞ്ചർ ഗാർലിക്കും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതാണ്. മോര് കറിക്കും പിന്നെ നമ്മുടെ ചമ്മന്തിക്കെല്ലാം ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. മോര് കറിയുടെ തൈരൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഫൈനലി കാച്ചി ഒഴിച്ചാൽ മാത്രം മതി. ഫൈനലി കുറച്ച് ഉപ്പും ഉലുവപ്പൊടിയും കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ മോര് കറി റെഡി. ഈ ഒരു സമയത്തിൽ നമ്മുടെ കൂർക്ക വെന്ത് കിട്ടി. അപ്പോൾ ഇതൊന്ന് തളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കാം, ജിഞ്ചർ ഗാർലിക്കും പിന്നെ സവോള ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കൂർക്ക ആഡ് ചെയ്ത് 3 to 4 minutes ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി റെഡി. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നോക്കാം അവസാനം. അടുത്തായിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ്റെ റോസ്റ്റാണ്. ചെമ്മീനിൽ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ അതിനുശേഷം വലിയ ജീരകം, ചെറിയ ജീരകം, ചതച്ച് വെച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക്ക്, കുഞ്ഞുള്ളി, വെളിച്ചെണ്ണ, ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 15 minutes മാറ്റി വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെമ്മീൻ കുക്കായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. പിന്നെ ഞാൻ ചമ്മന്തി അരച്ചു, മുട്ട ഓംലേറ്റ് സെറ്റാക്കി. കുറച്ച് സമയവും ക്ഷമയും കൂടി ഉണ്ടെങ്കിൽ ഒരു 1 hour ഒക്കെ എടുത്താൽ നമ്മുടെ പൊതിച്ചോറൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നാലും വീക്കെൻഡ് വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ നല്ലൊരു ബെസ്റ്റ് ഐറ്റമാണ് പൊതിച്ചോറ്. പൊതിച്ചോറിൽ മാർക്ക് ചെയ്ത എല്ലാ റെസിപ്പീസും റെഡിയായി. മോരുകറി, തേങ്ങയും ചെമ്മീനും ഇട്ട ഒരു റോസ്റ്റ്, അതിൻ്റെ കൂടെ ഓംലേറ്റ്, പിന്നെ കൂർക്ക മെഴുക്ക് വരട്ടി, വെണ്ടക്ക തോരൻ, തേങ്ങ ചമ്മന്തി, പിന്നെ ലെമൺ പിക്കിൾ. ഇത് നേരത്തെ ഇട്ടതാണ്. അപ്പം നമ്മളൊരു ഇല എടുക്കാം, അതൊന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം ചൂട് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെണ്ടക്ക തോരൻ, കോവക്ക മെഴുക്ക് വരട്ടി, തേങ്ങ ചമ്മന്തി, ചെമ്മീനും തേങ്ങയിട്ട് ഒരു റോസ്റ്റ്, പിന്നെ നമ്മുടെ ഓംലേറ്റും, ഫൈനലി കുറച്ച് ലെമൺ പിക്കിളും കൂടി ഇട്ട് ഇതൊന്ന് പൊതിഞ്ഞ് ഒരു 1/2 hour ഒന്ന് മാറ്റി വെക്കാം. ശരിക്കും ഈ സിറ്റിംഗ് ടൈമാണ് ഈ പൊതിച്ചോറിൻ്റെ മെയിൻ ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത്. സോ ദ മോർ ഇറ്റ് സിറ്റ്സ് ദ മോർ ടേസ്റ്റിയർ ഇറ്റ് ബിക്കംസ്. അതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്തേക്കുന്നത് കഞ്ഞിയുടെ വെള്ളമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പൊതിച്ചോറ് കഴിക്കാം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. റെസിപ്പീസൊക്കെ ഭയങ്കര സിമ്പിളാണ്, ജസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സമയമേ ഉള്ളൂ. വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഐറ്റമാണ് പൊതിച്ചോറ്. Okay, see you soon in another video. Bye.